കാർ സ്റ്റെബിലൈസർ പ്രോ എർട്ടിഗയിൽ അതൊന്ന് വെച്ച് നോക്കാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. കളമശ്ശേരിയിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന വഴിയിലാണ് ഇവരുടെ ഓഫീസ് ഉള്ളത്. അപ്പോൾ നമ്മൾ വണ്ടി കൊണ്ട് നിട്ടിട്ടുണ്ട്. അപ്പോൾ 3-ാമത്തെ നിലയിലാണ് ഇവരുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി കാര്യങ്ങളെല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇതാണ് ഓഫീസ്. അപ്പോൾ അവരുമായിട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. ഇതാണ് കാർ സ്റ്റെബിലൈസർ പ്രോ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ. ഒരു റബ്ബർ പോലെ തോന്നിക്കുന്ന ഒരു സാധനമാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ്. ഇത് കാറിൻ്റെ ഷോക്ക് അബ്സോർബറിലേക്ക് അവർ സ്ലിപ്പ് ചെയ്ത് കയറ്റുകയാണ് ചെയ്യുന്നത്. അതിന് സോപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. വേറെ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. സിമ്പിളായിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാൻ പറ്റുന്നതാണെന്നാണ് പറഞ്ഞത്. 7000 രൂപ മുതലാണ് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാറിൻ്റെ ഷോക്ക് അബ്സോർബറിൻ്റെ ലെങ്ത് അനുസരിച്ചാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. എർട്ടിഗയ്ക്ക് 9000 രൂപയാണ് അവർ ചാർജ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ അതിൽ സോപ്പ് വെള്ളം അടിച്ചതിന് ശേഷം നമ്മുടെ ഷോക്ക് അബ്സോർബറിലേക്ക് ഇങ്ങനെ സ്ലിപ്പ് ചെയ്തത് കയറ്റുകയാണ് ചെയ്യുന്നത്. 4 വീലിലേക്കും ഇത് സ്ലിപ്പ് ചെയ്ത് കയറ്റും. അപ്പോൾ നമ്മൾ കുറേ നാളുകളായിട്ട് ഇതിൻ്റെ റിവ്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല ആളുകളും പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും മിക്ക ആളുകളും നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന കംഫർട്ട് കൂടും, പിന്നെ ബോഡി റോള് കുറയും, വളവുകളൊക്കെ തിരിയുമ്പോൾ ഉള്ള ഒരു ഗ്രിപ്പ് കൂടും, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അവർ 30 ദിവസത്തെ മണി ബാക്ക് ഗ്യാരണ്ടിയാണ് തരുന്നത്. നമ്മൾ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് 30 ദിവസത്തിനുള്ളിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പൈസ മടക്കി തരും എന്നുള്ള ഒരു ഗ്യാരണ്ടിയും കൂടി അവർ തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് വെച്ച് നോക്കാം, എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് നോക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് വെക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് കാറിന് ഒരു സ്വല്പം ഒരു ഹൈറ്റ് ഒരല്പം കൂടിയെന്ന്. ഒരു വാറണ്ടി കാർഡ് അവർ തരുന്നുണ്ട്. ഇതാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു തിരുവനന്തപുരം കന്യാകുമാരി ട്രിപ്പ് പോയിരുന്നു. അപ്പോഴാണ് നമുക്ക് ഈ കാർ സ്റ്റെബിലൈസർ പ്രോ വെച്ചിട്ടുണ്ടായിരുന്ന എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായതെന്ന് മനസ്സിലായത്. എനിക്ക് തോന്നിയത് ചെറിയൊരു കുഷൻ ഈ കാറിൻ്റെ ഷോക്ക് അബ്സോർബറിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും ആ ഒരു എഫക്റ്റാണ് തോന്നിയത്. ചെറിയ കുണ്ടും കുഴികളൊന്നും ചാടുമ്പോൾ നമ്മൾ അറിയുന്നില്ല. പിന്നെ ചെറിയ ഹമ്പൊക്കെ ചാടിക്കഴിഞ്ഞാലും വലിയൊരു അടി കിട്ടുന്നില്ല. പിന്നെ വളവുകളൊക്കെ തിരിയുമ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ഒരു സ്റ്റെബിലിറ്റി കൂടിയോ എന്ന് എനിക്ക് തോന്നി. പിന്നെ ബോഡി റോളിൻ്റെ കാര്യമാണെങ്കിലും ചെറിയൊരു വ്യത്യാസം ഫീൽ ചെയ്തു. പക്ഷേ ചില യൂട്യൂബ് ചാനലിലെല്ലാം പറയുന്നത് പോലെ ഭയങ്കര വലിയൊരു റൈഡിങ് കംഫർട്ടോ അല്ലെങ്കിൽ വലിയ വലിയ കുഴികളിലൊക്കെ വീഴുമ്പോൾ ഉള്ള ഒരു വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല. എന്നാലും ചെറിയൊരു മാറ്റം എന്തായാലും ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ ഫീൽ ചെയ്തു. പിന്നെ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ആണെങ്കിലും സൈഡ് വൈസ് ആയിട്ടുള്ള ആ ഒരു ബോഡി റോള് ഒരു ചെറിയ കുറവ് വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്.